3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ആ 3 കോടി മേടിച്ചതിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഉറപ്പാ. എന്റെ മക്കള് സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും. കുഞ്ഞിനെ കൊന്നവളാണ് മക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നത്. വേണ്ടേ? കേട്ടല്ലോ, പുള്ളിക്കാരി ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കേട്ടല്ലോ. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഷാലുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആരാണ് അച്ചായൻ, അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ ചേച്ചിയുടെ 3 കോടിയുടെ കാര്യം, ആ ഒരു കള്ള അങ്ങ് നമുക്കങ്ങ് പൊളിച്ചങ്ങ് അടിക്കുകയാണ്. അതല്ല നല്ലത്. അപ്പോൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 കോടി രൂപ, അതിൻ്റെ തെളിവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ 2 കോടി രൂപ. അപ്പോൾ ആ 2 കോടി രൂപ ചേച്ചി എനിക്ക് തരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ അതിൻ്റെ കുറച്ച് സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വരുന്ന സബ് ചെയ്തേക്ക് ഹൈപ്പ് ഒന്ന് കൊടുത്തേക്കണേ. ലൈക്ക് അടിക്കുമ്പോൾ ഒരു ഹൈപ്പും വരും. ഹൈപ്പും കൂടെ കൊടുത്തേരും. ഓക്കെ, വിഷയം പരമാവധി ഒന്ന് ഷെയറും കൂടെ ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ കൊണ്ടൊക്കെ സത്യം ചെയ്ത് സംസാരിച്ചല്ലോ. പൂക്കുട്ടി തന്നെ വന്നിട്ട് പറയുന്നതിൻ്റെ ഇപ്പം എന്താ പറയണ്ടേ, ഈ പറയുന്ന സജനയുടെ ഡോക്ടറാണ്, പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണ്, ഇലക്ട്രിസിറ്റിയാണ്, വാട്ടർ പൈപ്പാണ് എന്നൊക്കെ കിടന്ന് കുക്കുംബർ ദാസാണ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുക, കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കുന്ന വ്യക്തിയാണ്. കരഞ്ഞ് മെഴുകി അദ്ദേഹത്തിനെക്കുറിച്ച് ഇങ്ങനെ അത് തന്നെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ചേച്ചി. ഓക്കെ ചേച്ചി, എന്തായാലും നമുക്ക് അദ്ദേഹം തന്നെ ഈ 3 കോടിയുടെ കണക്കും ഈ പറയുന്ന അവർക്ക് 40 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സത്യാവസ്ഥ എന്താണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. ചേച്ചി ഇത് കംപ്ലീറ്റ് ചെയ്യും. 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. പബ്ലിക്കായിട്ട് പറയുന്നത്. എന്റെ അക്കൗണ്ടിൽ എന്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എന്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാന്നല്ലേ പറഞ്ഞു. 3 അല്ല 10 കോടി. അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നവർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം. അപ്പോൾ ഈ ഒരു വോയിസ് എല്ലാവരും കേട്ട് കാണുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ വെച്ച് തരാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാലുവിൻ്റെ കാര്യമാണ്, അച്ചായൻ്റെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, അത് മൊത്തം കേൾക്കുക. ഓക്കെ, അപ്പോൾ ചേച്ചി പറ. ഞാൻ 3 മാസം മുമ്പ് എന്നെ ടെൻഷനെത്തിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് അത് 3 കോടി കൊടുത്തു. ഞാൻ ഫാമിലിയോട് പറഞ്ഞു, എന്റെ ഭാര്യ മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡ് ആയി, അവർക്ക് മനസ്സിലായി. പിന്നെ ഈ പുള്ളി നിർബന്ധമായിട്ട് അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. അതിനാണ് എല്ലാ കാര്യമായിട്ട് അറിഞ്ഞത്. ഇപ്പൊ മെസ്സേജ് പിന്നെ ഇവിടുത്തെ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി പറഞ്ഞാൽ ഞാൻ ആൾക്ക് മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് സമയം എന്താ ഒരു ദിവസം എനിക്കൊരു പോകല് സെറ്റിൽ ആയിട്ട് സമയം എന്താ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കാരണം ഞാനിത് കളിച്ച് പോകുന്നത് അനുസരിച്ചുണ്ട്. ഞാൻ പോകത്തിന്റെ പോകത്തില്ല. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഞാൻ അതാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യാൻ നിങ്ങളൊക്കെ മാത്രമാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവർ ഡിമാൻഡ് ചെയ്തത് ഇഷ്ടമാണ്. അതിനിവർ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ മാത്രമേ നടക്കുള്ളൂ. 3 കോടി തന്നെ ഇരിക്കുന്നു. ഞാൻ ആൾറെഡി അവർക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. 40 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 3 കോടി രൂപയായി ചോദിച്ചത് 40 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 39 ലക്ഷം സംതിങ് അങ്ങാണ്ടായിരുന്നത്. ഇതിന് വോയിസ് ഇച്ചിരി പ്രശ്നമുണ്ട്. ഇതങ്ങനെയാണ് പുറത്ത് വന്നത്. ഈ വോയിസ് മോശമാണെന്നും പറഞ്ഞിട്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്തിട്ടൊന്നും പോകല്ലേ. പ്രധാനപ്പെട്ട കാര്യം അതാണ്. So far, from 23 September onwards, almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, മാല, ജീവിതത്തിൽ ഒരു മനുഷ്യനൊരു പുള്ളിക്കാരിക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യനോട് സാധനവും മേടിച്ചു കൊടുത്തിട്ടില്ല. മാല, അത് കമ്മൽ എല്ലാം കൂടി ഒരു 20 ലക്ഷം രൂപയുടെ സാധനവും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്ത് സംഭവം ചെയ്തില്ല. നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് ഇപ്പം ഓക്കെ, ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 കോടി രൂപ നിങ്ങൾ കേട്ട് കാണാൻ ഇച്ചിരി വഴിയില്ല, സൗണ്ട് ചെറിയതായതുകൊണ്ടാണ്. 3 കോടി രൂപയാണ് ഇവൾ ചോദിച്ചതെന്നുള്ള രീതി പുള്ളി തന്നെ സംസാരിക്കുന്നുണ്ട്. 3 കോടി രൂപ. പിന്നെ അതുപോലെ തന്നെ
40 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. 39 സംതിങ്ങോളം കയറിയിട്ടുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയും ഓരോന്നോരോന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പാവം പിടിച്ചവൻ കൊടുക്കും. 3 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിക്കുക, 3 കോടി രൂപ. അപ്പോൾ ചേച്ചി സത്യമല്ലേ? ഇപ്പോൾ പൂക്കുട്ടി തന്നെ പറയുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന്. അപ്പം എങ്ങനെ ചേച്ചി നമ്മുടെ ഷെയറും കാര്യങ്ങളൊക്കെ? എന്നും ഞാനിങ്ങനെ ഇരുന്നൊരു വീഡിയോ ഒക്കെ ചെയ്ത് നാളെ ആളെ കുറ്റം പറഞ്ഞ് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണോ? ചേച്ചി തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഉന്നതങ്ങളിലൊക്കെ എത്തി, വലിയൊരു സ്പ്രേ കമ്പനിയൊക്കെ തുടങ്ങി ഒക്കെ എനിക്കുമില്ലേ ആഗ്രഹങ്ങളൊക്കെ. ചേച്ചി പറഞ്ഞായിരുന്നെങ്കിൽ, നമ്മുടെ ഷെയറൊക്കെ എത്തിച്ചായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ജീവിച്ചോട്ടെ. ഓക്കെ. അയ്യോ, എനിക്ക് സന്തോഷവും വരുന്നു. 2 കോടി എല്ലാം താഴെ പോകുന്നു. എനിക്ക് വയ്യ. 2 കോടി കണ്ണും കാണുന്നില്ല. എൻ്റെ പൊന്ന് ചേച്ചി. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടുത്തെ ജീവിതം നശിപ്പിച്ചിട്ടാണ് വന്ന് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഏത് ഇങ്ങേറെ അല്ല, ഫിറോസിൻ്റെ. ഓക്കെ, അത് പോട്ടെ. പൂക്കുട്ടിക്ക് പിന്നെ അടുത്ത പൂക്കുട്ടിയുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ, പൂക്കുട്ടിയുടെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ പുറത്ത് വരും. ഉറപ്പായിട്ടും പൂക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ കരുതി നിങ്ങൾ ഇരുന്നോണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ ഷാലു. ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കുന്ന ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഷാലുവിൻ്റെ വിചാരം, ഷാലുവിനെ ആരും പിന്നിൽ നിന്ന് കുത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സജിനയുടെ വിചാരം, സജിനയും ആരും പിന്നിൽ നിന്ന് കുത്തുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് നോക്കിയാൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാരകൾ തന്നെയാണ്. ഷാലുവിനൊരു സത്യം അറിയാമോ? ഷാലുവിൻ്റെ കാര്യം ഈ പറയുന്ന സജിന ആരോടൊന്നും പറഞ്ഞ് നടക്കുന്നില്ല. പിന്നെ സജിനയുടെ ഒരു കാര്യം, ഷാലു ഈ 3 കോടിയുടെ കാര്യങ്ങളൊന്നും ആരോടൊന്നും പറഞ്ഞ് നടക്കുന്നില്ല. അതും ഷാലുവും സജിനയും ശ്രദ്ധിക്കണം. ഇവർ കൂട്ടാട്ടോ, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയുന്നില്ല. അത്ര ഞാനിപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഈ സജിനയ്ക്ക് ഈ ഷാലുവിനോട് ഒരു ദേഷ്യവുമില്ല, ഷാലുവിന് സജിനയോടും. പക്ഷേ ആരോ എന്തൊക്കെയോ കള്ളക്കഥകൾ പറയുന്നുണ്ട്. നമ്മളതൊന്നും വിശ്വസിക്കത്തില്ല, അതുറപ്പാ. അതങ്ങനെയാണ് നമ്മൾ. ഓക്കെ, ഇനി ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പണ്ട് ഈ സജിന ഒരു കിട്ടുകഥയാണ്. നമുക്ക് സജിനയുടെ പേര് വേണ്ട, നമുക്ക് കാര്യത്തിലോട്ട് അങ്ങ് കിടക്കാം. ആരോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു കഥയാണ്. നമ്മുടെ ഷാലുവിനെ സജിന 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 2 വാക്കല്ല, എന്ത് വരുന്നത്, വേയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന 2 അക്ഷരം കണ്ടേ ഉള്ളത്. എന്തുവാ, വേയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന 2 അക്ഷരമേ ഉള്ളൂ. അയ്യോ, അതെന്തുവാ സംഭവം? വേയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കും, 2 അക്ഷരമേ ഉള്ളൂ. ഞാനതൊക്കെ അമ്പലത്തിൽ സൗണ്ടൊക്കെ പൊട്ടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു വാക്ക് സജിന പറഞ്ഞു. ഇന്ന ആളാണ് ഈ ഷാലു എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ വൈരാഗ്യം മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെ അടുത്തും ഈ സജിനെ കുറിച്ച് പറയുന്നുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞിങ്ങനെ കേൾക്കുന്നുണ്ട്. നമുക്കറിയത്തില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഓക്കെ, അതായിരിക്കാം ചിലപ്പോൾ സത്യാവസ്ഥ. അതിന്റെ വൈരാഗ്യം നൈസായിട്ട് അത് തീർത്തു. ഇവരുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂ ആയിട്ട് പിടിച്ചിരുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ വിളംബരമൊക്കെ ചെയ്തു. അതോടെ പിന്നെയും മേറിലോട്ട് കയറി. ഈ സജിന ഏറി കയറുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ കൂടെയുള്ള കൂട്ടുകാരി തന്നെ. അത് നിനക്കറിയാവോ? കൂടെയുള്ള കൂട്ടുകാരി തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ശത്രു ആണെങ്കിലും ശരി, ആരും ആയാലും ശരി, കൂടെ എന്നിട്ട് ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കണം. എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ. പണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ വ്യക്തിയെ ആ 2 അക്ഷരം വെച്ചുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യം അതവർ നല്ല രീതിയിൽ തീർക്കുന്നുണ്ട്. പല ആൾക്കാരുടെ അടുത്തും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചേച്ചി നൈസായിട്ട് അങ്ങോട്ടൊന്ന് തിരിയുന്നുണ്ട്. അതെന്താ എന്ന് എനിക്കറിയത്തില്ല. പൂക്കുട്ടിയല്ലേ, പൈസ കാണുമായിരിക്കും. പൈസ കൊടുത്തെന്നൊക്കെ ആരാണ്ട് പറയുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി മറ്റാരുമില്ല, ഈ പറയുന്ന ഷാലുവിന്റെ ഹസ്ബൻഡ് അച്ചായനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയാണെന്നാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അച്ചായൻ പുള്ളിക്കാരനാണ്. എനിക്കിതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൂടെ നിന്ന് ചതിക്കുന്ന ഞാൻ വേറൊരു വോയിസ് കേൾപ്പിച്ചു തരാം.
നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ പെങ്കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിന്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണം തോന്നുന്നത്. കാരണം ഇവളുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരണം വെച്ചത്. ഇവള് ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഈ രണ്ട് മക്കളെയുമായിട്ട് അവള് ഷാലുവിന്റെ വീട്ടിൽ ചെന്നപ്പോ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോട്ടാ വിളിക്കണം. എടാ എനിക്കൊരു പ്രശ്നം ഉണ്ടടാ എന്ന് വെച്ച് എന്ത് പറ്റി? എടാ ഷാലുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എന്റെ മക്കള് ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാ മതി, പിള്ളേരെ പറ്റി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എന്റെ വീട്ടിലോട്ട് ചെല്ലുന്നത് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവള് വീട്ടിൽ വന്നു, 2 ദിവസം നിന്നു പോന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്കറിയില്ല. അങ്ങനത്തെ കണ്ടോ, ഷാലു ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാണ് അവരുടെ പട്ടിയോ കുട്ടിയോ പിടിക്കുകയോ കണ്ട് ചെയ്തതിൻ്റെയൊക്കെ. അത് ഈ പറയുന്ന റോഷിനെ തന്നെ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഷാലു തന്നെ പല ആൾക്കാരുടെ ഈ പറയുന്ന സജനെക്കുറിച്ചുള്ള നെഗറ്റീവും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സൈഡിൽ കൂടെ ഷാലു പറയുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇവരും പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ പിണക്കാനും പറ്റത്തില്ല. പിണക്കി കഴിഞ്ഞാൽ പല രഹസ്യങ്ങളും പൊട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതാണ്ട് ഇപ്പം ഈ പറയുന്ന ഷാലു എന്ന് പറഞ്ഞവരെ കൂടെ നിൽപ്പുകൊണ്ട് മുഖ്യമന്ത്രി V.D. സതീശനെ കാണാൻ ഉൾപ്പെടെയാണെങ്കിലും ഇവർ ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് A to Z കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയാം. ഒരു കാര്യം ഞാൻ പറയാം, കൂടെ നിൽക്കുന്നെങ്കിലും അവർ ഇവരുടെ പതനം മാത്രം കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ എവിടെയും തുറന്നു പറയും, ഒരു മടിയും കൂടാതെ ഞാനിത് തുറന്നു പറയും. കാരണം കൂടെ നിൽക്കുന്ന ഇതിപ്പോൾ എൻ്റെ ശത്രു ആയാലും ശരി, കൂടെ എന്ന് ചതിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്തരായിട്ട് തന്നെ പറയുന്നത്. അതെനിക്ക് എന്തെങ്കിലും ഓപ്പണായിട്ട് നിങ്ങളോട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ ഒരു ഉണ്ണാക്കനായി പോകും ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം. അതായത് അന്ന് ഈ പറയുന്ന ഷാലു എന്ന് പറയുന്ന വ്യക്തിനെ ആ 2 വാക്കുകൊണ്ട് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ വാക്ക് ഈ സജിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വൈരാഗ്യം അവർ ഇതിൽ കൂടെ തന്നെ തീർക്കുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലായി. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് കേരളത്തിൽ മൊത്തം എടുത്ത് ഈ ഒരു ആൾ മാറിയിട്ടുണ്ട്. അത് കൂടെ നിന്നിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി. ഇത് ഒരു എക്സ്ക്ലൂസീവാന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്കെതിരെ സംസാരിക്കാൻ വരുവാണെങ്കിൽ നമുക്കറിയാം എന്ത് പറയണം, എന്താണ്, എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പറയും. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ, ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാരകളാണ്. സജന, നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ മതി എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ലീക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോംബ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഒരുപാട് കിടപ്പുണ്ട് എന്തൊക്കെയാണ് പൊട്ടാൻ വരുന്നതെന്നൊക്കെ. അപ്പം പൂക്കുട്ടി സൂക്ഷിക്കുക, ദുഃഖിക്കാതിരിക്കുക. ഇനി പാലക്കാട് നിന്ന് വരാൻ കിടക്കുന്നുണ്ട്, കാസർഗോഡ് നിന്ന് വരാൻ കിടക്കുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്ന് വരാൻ കിടപ്പുണ്ട്. എന്തായാലും കേരളത്തിൽ തന്നെ ഇത്രയും ചിന്ന വീട്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, എത്ര കഥകളാണ്. ഓക്കെ, അപ്പം സജന വണ്ടി അവിടെ പോയി ഈ പറയുന്ന ഷാലുവിൻ്റെ ചാനലിൽ പോയി ഇൻ്റർവ്യൂവും കൊടുത്ത് അവർ സത്യത്തിൽ റീച്ചിങ് കിട്ടി. അവരുടെ ചാനൽ കുറച്ചും കൂടെ സബും കയറി. അവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നിങ്ങളെ വെച്ചിട്ട്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞത് ഒരു സാങ്കല്പികം മാത്രമായിട്ടേ നിങ്ങൾ കാണാവുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. ഉറപ്പായിട്ടും എന്തെങ്കിലും ബോംബായിട്ട് വരുന്നെങ്കിൽ വരട്ടെ, ബാക്കി കാര്യം നമുക്ക് നോക്കാം. ബൈ ഗൈസ്, ലവ് യു ഓൾ. അപ്പം ഞാനൊരു കാര്യം പറയാം, എത്ര ശത്രു ആയാലും ശരി കൂടെ നിന്നിട്ട് ചതിക്കുന്നവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ആനയും മണക്കം പറഞ്ഞോ കോപ്പ് പറഞ്ഞു ഇനി അതൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാരകളാണ്. ചേച്ചിക്ക് ഇപ്പം കൂടെ നമ്മുടെ പ്ലംബർ എണ്ണം മാത്രമേ ഉള്ളൂ. അടുത്ത ഓസ്കാർ വിന്നർ അടുത്ത 8 മാസത്തിലുള്ള ഒരു ഓസ്കാർക്ക് അവർക്ക് കിട്ടുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഓസ്കാറും പിടിച്ചിട്ട് എന്തിൻ്റെയും കൂടെ ഒരു ഫോട്ടോ കാണണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടിലൊരു കുഞ്ഞും ഒരു വൈഫും ഉണ്ട്, ക്യാൻസർ പേഷ്യൻ്റാണ് അവർ. അവരുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങളുടെ കോടാനുകോടികൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ കുട്ടി. ഈ പറയുന്ന കാമുകിക്ക് കാറും അതും ഇതും എല്ലാം മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ കാര്യങ്ങൾ 20 ലക്ഷം രൂപ ഓർണമെൻറ്റ്സ് അതും ഇതും മറ്റേതും മറിച്ചതും എല്ലാവർക്കും മേടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണ്. അതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അവരുടെ ഉള്ള സമയത്ത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കാരണം അറിയാലോ, ക്യാൻസർ പോലുള്ളൊരു രോഗം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അവരനുഭവിക്കുന്ന പെയിനും കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു കുഞ്ഞമ്മ എങ്ങനെയാണ് മരിച്ചത് എനിക്കറിയാം. അവരനുഭവിച്ച പെയിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് ഞാനീ പറയുകയാണ്, ഇനി ഉള്ള സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഈ ചെയ്തു പോയ പാവത്തിനൊക്കെ കുറച്ച് ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളൊരാളെ ചൂസ് ചെയ്യുമ്പോഴാണ് ഓക്കെ, നമ്മുടെ ദുഃഖവും കുറവും അതും ഇതും എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാകണം. അല്ലാതെ താൻ പോയാൽ ഒരു പുല്ലുമില്ല, തൻ്റെ പൈസയും വേണം, കളി വേറെ ഒരുത്തൻ്റെ കൂടെ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെയുള്ള എന്നെയൊക്കെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കേണ്ടി വരും. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈഫിന് വേണ്ടി തന്നെയാണ്. അവരൊന്ന് സെറ്റായോട്ടെ. കാരണം എന്ന് വെച്ചാൽ അതെനിക്ക് ഇന്നലേക്ക് നാളെ അത് മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താൻ ആ ഒരു കാര്യത്തിൽ എത്ര ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകം അറിയപ്പെട്ടൊരു വ്യക്തിയാണ്.
ഇവിടുത്തെ ലോക്കൽ ചാനൽസ് വരെ എടുത്തിട്ട് നിങ്ങളെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ചേച്ചിയുടെ അസുഖം മാറ്റാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. അല്ലെങ്കിൽ പോട്ടെ, അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ നോക്ക്, അതും ചെയ്യുന്നില്ല. ഇവരെ പോലെ ഒരു വ്യക്തിക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ബെഗ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. നിങ്ങൾ ഹൈ ലെവൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഹൈ ലെവൽ നിങ്ങളുടെയൊക്കെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്ര ആൾക്കാർ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ചിലെ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ 8-9 പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ നിങ്ങൾ വരുമ്പോൾ ഒരു ഓറ തന്നെ ആയിരുന്നു. നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായിരുന്നു. നിങ്ങൾ ഇതുപോലൊരു ചവർ കേസിൽ കിടന്നിട്ട് ഓരോരുത്തവർ നിങ്ങളെ കിടന്ന് പട്ടിയെ പോലെ കിടന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. എന്തായാലും നാറി ഒരു പരുവായിട്ടുണ്ട്. ഉള്ള സമയം ഇങ്ങനെ ഉള്ളതൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക്. അത്രേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം വെച്ച്. പറഞ്ഞു വിട്ടിട്ട് ആ കൂടെയുള്ള ചേച്ചിയുടെ കൂടെ പോയി ഹാപ്പി ആയിട്ട് ഉള്ള ദിവസം അവർക്ക് സന്തോഷം കൊടുക്കാൻ നോക്ക്. ചെയ്തു പോയ പാവങ്ങൾ ഏറ്റു പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. എന്തായാലും ഇനി പാലക്കാട് വിശേഷമായിട്ട് ഓരോ വ്യക്തികളൊക്കെ വരും. സൂക്ഷിച്ചും കണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സപ്പോർട്ട് ചെയ്യുക. നമുക്കിതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ബൈ, ലവ് യു ഓൾ.